ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ എൻ്റെ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിത് എല്ലാവരും ട്രിവാൻഡ്രത്തേക്കാണ് ഫസ്റ്റ് പോകുന്നത്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കൊച്ചച്ഛനും ആൻറ്റിയും എൻ്റെ മാമിയും കസിൻസും എല്ലാവരും ആയിട്ടാണ് പോകുന്നത്. നമ്മൾ എവിടെ പോണ പറ, എവിടെയാണ് പോണ? ആരൊക്കെ മാല മേടിക്കാനാണ് പോണ? ഓ ചുന്നരി റിച്ചും ഉള്ളതുകൊണ്ട് പിന്നെ ബോറടിക്കത്തില്ല. അവളുടെ അടുത്ത് ഓരോന്ന് വർത്താനം പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സമയം പോണത് അറിയത്തില്ല. സോ നമുക്ക് അവിടെ പോയി ഓരോ ജ്വല്ലറിയിലും നമുക്ക് നോക്കാം, ഉള്ള കളക്ഷൻസ് നോക്കി ഇഷ്ടമാവുന്നത് സെലക്ട് ചെയ്യാം. നമ്മൾ ചുങ്ക ജ്വല്ലറി എന്നും പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് നമ്മൾ അങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ അവിടെ കയറി. പക്ഷെ അവിടുത്തെ കളക്ഷൻസ് എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ റീഗലിൽ പോയിട്ട് നമ്മളിങ്ങനെ കുറേ മോഡൽസ് ട്രൈ ചെയ്ത് നോക്കി. അപ്പം സെറ്റ് ചെയ്ത് വാങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും വെച്ച് വാങ്ങി അങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അയ്യോ, ഈ ഗോൾഡ് സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാണ്. ഇട്ടിട്ടിട്ടിട്ട് നമ്മളങ്ങ് തളർന്നു പോകും അങ്ങനെ. അപ്പോൾ ഇതായിരുന്നു അവിടുന്ന്. ദാറ്റ് കല്യാണപ്പെണ്ണ് ഫീൽ ഈസ് റിയലി ഓക്വേർഡ്. ശരിക്കും നമ്മളിങ്ങനെ ഓരോ മോഡൽസ് മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാവുന്ന ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം. ഞാൻ ഫുൾ സെറ്റും ഒരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന മോഡൽസ് വീതം ഓരോ മാലയാണെങ്കിലും അങ്ങനെ നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന ഇതിൽ കാണുന്ന കളക്ഷൻസും കാര്യങ്ങളും അന്നത്തെ ഒരു ചെറിയൊരു കുഞ്ഞു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ ഓരോ മോഡൽസും നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഈ ഒരു സെറ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് മാല എടുത്തായിരുന്നു. അതിനുശേഷം നമുക്ക് നല്ല വിശന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ കയറി. ഫുഡെല്ലാം അടിച്ച് ഇനി നമ്മൾ നേരെ ആറ്റിങ്ങൽ ഭീമയിലോട്ട് വിടാണ്. നമ്മുടെ ലുലു മോളാണ് ട്രിവാൻഡ്രം. അങ്ങനെ നമ്മളിനിയിപ്പം നേരെ ടു ഭീമ ആറ്റിങ്ങൽ. അവിടുത്തെ കളക്ഷൻസ് പിന്നെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അവിടെ പോയി അവിടെ നിന്ന് നമ്മൾ ബാക്കി മാലയും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ എടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ കളക്ഷൻസ് എല്ലാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓർഡർ കൊടുത്താലും നമ്മൾ പറയുന്ന മോഡൽ പറയുന്ന വെയിറ്റിലൊക്കെ അവർ നമുക്ക് ചെയ്തു തരും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്നും കുറേയൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഭീമയിൽ മെയിനായിട്ട് അവിടുത്തെ മാനേജർ മനു സാറും പിന്നെ അശ്വതി ചേച്ചി സീനിയർ സെയിൽസിൽ ഉള്ളതാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ റെഫറൻസിലുമാണ് ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അശ്വതി ചേച്ചി ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു, സൂപ്പർ സ്റ്റാഫാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറയണേനൊത്ത് എൻ്റെ ക്ഷമയോടൊത്ത് എല്ലാ മോഡൽസും ഇട്ട് ഭയങ്കര കസ്റ്റമർ സർവീസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അയ്യോ, എനിക്കാണെങ്കിൽ വലിയ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിന് നല്ല വെയിറ്റ് ഉണ്ട്. മാത്രമല്ല ഞാൻ അങ്ങനെ അധികം ഗോൾഡ് ഇയറിങ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഫാൻസി ഇയറിങ്സ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഗോൾഡിൻ്റെ ആ ഒരു സ്റ്റഡിൻ്റെ ഇത് ഭയങ്കര കട്ടിയാണ്. എനിക്കിത് കയറ്റാൻ നല്ല പാടായിരുന്നു. ഞാൻ ദൈവത്തെ കണ്ടു. കമ്മൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, പക്ഷെ ഞാൻ എടുത്തില്ല. നല്ല വേദനയായിരുന്നു, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം പോലും എന്നെ കൊണ്ട് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളെ ഫുൾ സെറ്റ് ചെയ്ത ഓർണമെന്റ്സ് ഇട്ടിട്ട് നമുക്ക് കല്യാണത്തിന് കാണാം. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ അശ്വ പ്ലാസ എന്നും പറഞ്ഞിട്ട് ഒരു റെൻ്റൽ ജ്വല്ലറി ഉള്ള ഒരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ തലേ ദിവസത്തത് എൻ്റെ ഡ്രസ്സ് ലഹങ്കയായിരുന്നു. എനിക്ക് ID സ്റ്റോൺ മോഡൽസ് ആയിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടെന്ന് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ ഇത് കഴക്കൂട്ടം അവിടെ ആയിട്ടാണ് വരുന്ന ഇവരുടെ ഷോപ്പ്. സോ ഒരുപാട് ഇതിനുള്ളിൽ കയറിക്കഴിഞ്ഞാൽ റിയലി നമുക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും നമ്മൾ ഏത് സെലക്ട് ചെയ്യണമെന്ന്. അത്രയും അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സെറ്റും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായി. പിന്നെ ഇവിടെ എപ്പോഴും പെട്ടെന്ന് ബുക്കിംഗ് ആയി പോവും. അപ്പം നോക്കിയിട്ട് വേണം നമുക്ക് ഓരോ മോഡൽസ് നോക്കിയെടുക്കാനും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാലയൊക്കെ എടുത്തു. പിന്നെ അതിന് പേരായിട്ട് തന്നെ വളയും നെറ്റിച്ചുട്ടിയും റിങ്ങും അതൊക്കെ കൂടി നോക്കണമായിരുന്നു. അപ്പോൾ അതും എല്ലാം സെലക്ട് ചെയ്തു. ഒരുപാട് മോഡൽസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അതൊരു നേവി ബ്ലൂ ആയിരുന്നു. അപ്പം എനിക്ക് കറക്റ്റാണ് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ലേഡീസ് സ്റ്റോണിൻ്റെ ജുവൽസ് തന്നെ കിട്ടി. അത്രയേ ഉള്ളൂ ഇന്ന്
ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് ഇനി പ്രീ വെഡിങ് റിസപ്ഷൻ്റെ അന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.